ആദരണീയരായ ദേവദാസന്മാർ, വേദിയിലായിരിക്കുന്ന അയർലൻഡ് ആൻഡ് EU റീജിയൻ ലേഡീസ് മീറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്, നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന പ്രിയ ആൻറ്റി, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ മുട്ടം ഗീവർഗീസ് അപ്പച്ചൻ ഒരു ദിവസം ഒരു മിഷൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏറെ സ്നേഹിച്ചിരുന്ന തൻ്റെ ഒരു കൂട്ടം വിശ്വാസികൾ തന്നെ വിട്ടുപോയി. അപ്പം ആ അപ്പച്ചൻ ഇങ്ങനെ എഴുതി, ആര് വെറുത്താലും ആര് ചെറുത്താലും കാര്യമില്ലെന്നുള്ളം ചൊല്ലുന്നു. കാരണം എന്താണെന്നറിയോ? യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കരം ഉയർത്തുന്നു, ഹല്ലേലൂയ പറയാമോ? ഈ യേശു അപ്പച്ചൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ആര് വെറുത്താലും ആര് ചെറുത്താലും കാര്യമില്ല. കാരണം എന്താ? കർത്താപ്പച്ചൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഈ വിശ്വാസം ഉള്ളിലുണ്ടോണ്ട് ആ ഭക്തൻ ഇങ്ങനെ എഴുതി, എന്താനന്ദം, എനിക്ക് എന്താനന്ദം, പ്രിയ യേശുവിന്റെ കൂടെയുള്ള വാസം. ഹല്ലേലൂയ. സങ്കീർത്തനം 101 സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. എന്താനന്ദം, എനിക്ക് എന്താനന്ദം, പ്രിയ യേശുവിന്റെ കൂടെയുള്ള വാസം. ഹല്ലേലൂയ. സിയോൻ യാത്രയിൽ അബ്രഹാമിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം, ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഭോഷരായി തോന്നിയേക്കാം, എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ എന്നും ശ്രേഷ്ഠരാണ്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ സകല കാര്യങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനയാലും സ്തോത്രത്താലും ദൈവത്തോട് അർപ്പിക്കാൻ നമുക്ക്. ഹല്ലേലൂയ. ഇതുവരെ നടത്തിയ ദൈവം ഇനി മേലാലും നമ്മൾ നടത്താൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അത് മനോഹരം, എന്തു സന്തോഷമാം പുതു ജീവിതം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം, അത് മനോഹരം,
ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവം എന്നും എന്നേക്കും ജീവിക്കുന്ന ദൈവം. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങൾ അറിയിക്കാം. ലോകം നമ്മളെ ബോഷരായെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ എന്നും ശ്രേഷ്ഠരാണ്. Hallelujah. Thank you, Jesus. Please be seated. Thank you. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് സെഷൻ ദൈവം നമുക്ക് തന്നോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇപ്പോൾ വെൽക്കം സ്പീച്ചിന് വേണ്ടി നമ്മുടെ ലേഡീസ് ഫെലോഷിപ്പ് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്റർ ജോളി ചിക്കുവിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. IPC അയർലൻഡ് ആൻഡ് EU റീജിയൻ 3rd ആനുവൽ കൺവെൻഷൻ്റെ ഈ 2ാം ദിനം ഉച്ച കഴിഞ്ഞ സമയത്ത് ലേഡീസ് ഫെലോഷിപ്പായി ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ചായിരിക്കാൻ വലിയവനായ ദൈവം ജീവിതത്തിൽ ഒരുക്കിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, അതുപോലെ തന്നെ ഓൺലൈനിൽ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ മീറ്റിങ്ങിലേക്ക് വെൽക്കം ചെയ്യുക എന്നതാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. ആദ്യമായി ഇന്ന് പകൽക്കാലം ഈ ലേഡീസ് ഫെലോഷിപ്പ് ആനിവേഴ്സറിയിൽ ഇതിൻ്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന IPC അയർലൻഡ് ആൻഡ് EU റീജിയൻ ലേഡീസ് ഫെലോഷിപ്പ് വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസി സിസ്റ്റർ ജെസ്സി മാത്യു അവരുകളെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ IPC അയർലൻഡ് ആൻഡ് EU റീജിയൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CT എബ്രഹാം, അതുപോലെ തന്നെ പ്രിയദാസി സിസ്റ്റർ ഷെയ്ൻ എബ്രഹാമിനെയും റീജിയൻ ലേഡീസ് ഫെലോഷിപ്പ് ആനിവേഴ്സറിയിലേക്ക് ഞാൻ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ റീജിയൻ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ GGM വർഗീസ്, സെക്രട്ടറി പാസ്റ്റർ സാനു P. മാത്യു, ജോയിൻറ്റ് സെക്രട്ടറി പാസ്റ്റർ ഷൈൻ മാത്യു, ട്രഷറർ ബ്രദർ രാജൻ ലൂക്കോസ്, അതുപോലെ തന്നെ റീജിയൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ്സിനെയും IPC അയർലൻഡ് ആൻഡ് EU റീജിയൻ ലേഡീസ് ഫെലോഷിപ്പ് ആനിവേഴ്സറിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ 3rd ആനുവൽ കൺവെൻഷനിലേക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായി പല രാജ്യങ്ങളിൽ നിന്നും എത്തിയ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ, IPC പഞ്ചാബ് സ്റ്റേറ്റ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ K. കോശി അവറുകൾ, അതുപോലെ തന്നെ US നിന്നെത്തിയ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ബാബു ജോൺ. ഈ ദൈവദാസന്മാരെ എല്ലാം IPC അയർലൻഡ് ആൻഡ് EU റീജിയൻ ലേഡീസ് ഫെലോഷിപ്പ് ആനിവേഴ്സറിയിലേക്ക് ഹൃദയം നിറഞ്ഞ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി റീജിയൻ ലേഡീസ് ഫെലോഷിപ്പ് പ്രസിഡന്റ് സിസ്റ്റർ അന്നമ്മ ഫിലിപ്പ്. അന്നമാൻ്റെ നാട്ടിലാണ്. ഞങ്ങൾ ഈ വർഷം ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ആൻറ്റിയോട് പറഞ്ഞു, അടുത്ത വർഷത്തെ കൺവെൻഷൻ ആൻറ്റി ഇവിടെ കടന്നു വരുവാൻ ശ്രമിക്കണമെന്ന്. ആൻറ്റി ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ ആൻറ്റീനെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ റീജിയൻ ലേഡീസ് ഫെലോഷിപ്പിൻ്റെ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കുന്ന സെക്രട്ടറി സിസ്റ്റർ ബ്ലെസ്സി സൂസൻ ജോഷുവ, ട്രഷറർ സിസ്റ്റർ ലിനി ഡാനിയേൽ, ബാക്കി എല്ലാ റീജിയൻ്റെ ലേഡീസ് ഫെലോഷിപ്പ് എക്സിക്യൂട്ടീവ്സിനെയും ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ ലേഡീസ് ഫെലോഷിപ്പ് ആനിവേഴ്സറിയിലേക്ക് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസി സിസ്റ്റർ ഷേർലി അനീനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ആൻറ്റി ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ റീജിയൻ്റെ വിവിധ ചർച്ചുകളിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർ, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർ, പല സഭകളിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുകുട്ടികൾ, അതുപോലെ നാട്ടിൽ നിന്ന് കടന്നു വന്ന മാതാപിതാക്കൾ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അല്പസമയം നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, കർത്താവിൻ്റെ ദാസിയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ, അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നമ്മൾക്ക് കേൾക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നിരുന്നു കൊള്ളുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ലേഡീസ് ഫെലോഷിപ്പിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കാൻ വേണ്ടി സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്റർ ബ്ലെസ്സി സൂസൻ ജോഷി ക്ഷണിക്കുന്നു. Praise the Lord. Greetings to you all in the name of our Lord and our Savior Jesus Christ. Honorable President, Pastor of IPC Ireland and EU region, Pastor CT Abraham, other all executives of the region, pastors, dear sisters and brothers in Christ.
It is with great honor that I present to you the annual report of the Sisters Fellowship for the year 2025 encompassing IPC Ireland and EU region. The agenda of the year 2025 was presented at the committee meeting of the Sisters Fellowship on 10th December 2024. With the divine assistance, all planned activities were successfully completed. We are grateful for the God's guidance in enabling us to maintain our fellowship prayer meetings every 3 months via Zoom, as we have done previously. The sisters from all the churches in the region are attending the fellowship meeting. By the grace of God, recognizing the challenges faced, the Sisters Fellowship has successfully held 4 virtual meetings, a conference, and a counseling program in 2025 using the Zoom platform, in addition to hosting a one-day in-person conference. With divine grace, we were able to organize a day of prayer on 1st February 2025. On February 22nd, a successful one-day counseling program for women was conducted. The event featured a presentation by Sister C.B. Matthews from Bangalore, a counseling specialist who provided valuable insight on parenting teenagers. A considerable number of sisters were present at the meeting. With divine blessing, we successfully organized a virtual one-day conference on March 22nd. Sister Rija Biju from Kerala graciously served as the guest speaker. God enabled hundreds of sisters to participate in the meeting. The meeting was truly blessed and spiritually uplifting. On 17th May 2025, Sisters Fellowship was graciously aided by God in organizing a one-day conference at Cavan Christian Fellowship Church. The esteemed Dr. Anu Kenneth, a devoted servant of God from Germany, who is greatly used by God in this time, served as a special guest speaker at the gathering. We are very grateful to God for impactful and inspiring messages delivered by Dr. Anu Kenneth and for the positive experiences shared by all attendees. Recognizing the conference was a blessing. Regarding our charitable initiatives, we were pleased to provide financial contribution to 2 sisters in Kerala who were experiencing financial hardship. Furthermore, we extend our gratitude to those who provided individual and church support to the charity, acknowledging their contribution with appreciation, and may God bless them. IPC Ireland and EU Region Sisters Fellowship extend their gratitude to the region president, Pastor C.T. Abraham, other executives of the region, as well as the pastors of all the churches within the region, for their unwavering support, encouragement, and prayer for all our activities. All honor and praise to all merciful God who enabled us to conduct the Sisters Fellowship activities so wonderfully. I express my gratitude to all the executives and committee members of the Sisters Fellowship who have dedicated themselves with such selfless commitment. We kindly request your prayer for divine guidance and success in our upcoming endeavors. I submit this annual report before the congregation. May God bless them all. Praise the Lord. അടുത്തതായിട്ട് നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവവചന ശുശ്രൂഷയാണ്. അതിനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന സിസ്റ്റർ ഷേർലി അനിയൻ നമ്മുടെ വേദിയിലുണ്ട്. സിസ്റ്ററെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഒരു ഓർത്തഡോക്സ് കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നുവെങ്കിലും ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം വിളിച്ചു, വേർതിരിച്ചു, ദൈവത്തിൻ്റെ വേലയിലാക്കി. കഴിഞ്ഞ 32 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിൽ കുടുംബമായിട്ടായിരിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൃപ കൊടുത്തു. അതുപോലെ കേരളത്തിൽ, ചെന്നൈയിൽ, ഡൽഹിയിൽ ഒക്കെ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു കുടുംബമായിട്ട്. ഇപ്പോൾ മുംബൈയുടെ പ്രദേശത്ത് കഴിഞ്ഞ 22 വർഷമായിട്ട് മുംബൈയുടെ പ്രദേശത്ത് കർത്താവിൻ്റെ വേലയോട് ബന്ധത്തിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ആക്ച്വലി കർത്താവിൻ്റെ ദാസിയെ ഒത്തിരി വലിയ സാക്ഷ്യമുള്ള ഒരു കർത്തൃദാസിയാണ്. മരണത്തിൽ നിന്ന് തന്നെ ദൈവം വിടുവിക്കുവാനിടയായി ആ സാക്ഷ്യമെല്ലാം കർത്താവിൻ്റെ ദാസി നമ്മളോട് പറയും. അതെല്ലാം നമ്മൾക്കൊരു വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വചന ശുശ്രൂഷയും കർത്താവിൻ്റെ ദാസി ചെയ്യും. അതിനായി കർത്താവിൻ്റെ ദാസിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പൽക്കാലം നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം സഹായിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. IPC അയർലൻഡ് റീജിയൻ സിസ്റ്റർ ഫെലോഷിപ്പിൻ്റെ ചെയർപേഴ്സണായ സിസ്റ്റർ ജെസ്സി മാത്യു, സിസ്റ്റർ ജോളി ചിക്കു, സിസ്റ്റർ ലിനി ഡാനിയൽ, സിസ്റ്റർ ബ്ലെസ്സി സൂസൻ ജോഷ്വ എന്നിവർക്ക് ഞാൻ ദൈവനാമത്തിൽ വന്ദനം അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് പോൽക്കാലം ഇവിടെ ഇങ്ങനെ ദൈവത്തെ പറയുവാൻ, ദൈവത്തെ വചനം പറയുവാൻ ദൈവം എനിക്കൊരവസരം നൽകിയ ദൈവത്തിൻ്റെ കരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് അല്പനിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് സാക്ഷ്യം പറഞ്ഞാൽ ഇവിടെ എങ്ങും എത്തത്തില്ല. ഒരു 1.5 മണിക്കൂർ കിട്ടിയാൽ എൻ്റെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ നീണ്ടുപോകും. അതുപോലെ ദൈവം എന്നെ നടത്തിയ വിധങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പോൽക്കാലം അല്പം വചനം പറയുവാൻ ആഗ്രഹിക്കുന്നു. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. മതി താങ്ക് യു. യബ്ബേസ് നാം തിരുവചനം വായിക്കുമ്പോൾ, തിരുവചനത്തിൽ കാണുമ്പോൾ അനേക ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന നമുക്ക് കേൾക്കുവാൻ കഴിയും. മോശ പ്രാർത്ഥിച്ചു, ദാവീദ് പ്രാർത്ഥിച്ചു, ദാനിയേൽ പ്രാർത്ഥിച്ചു. അങ്ങനെ അനേക ഭക്തന്മാരുടെ പ്രാർത്ഥനയും അതിൻ്റെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഞാനിവിടെ കാണുന്നത് യബ്ബേസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. യബ്ബേസ് ഒരു പ്രത്യേക കഴിവുള്ള ആളല്ല. യബ്ബേസ് ഒരു പ്രവാചകനല്ല, ഒരു പുരോഹിതനല്ല, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് യബ്ബേസ്. ആ യബ്ബേസിനെ അവൻ്റെ അമ്മ അവനെ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടും. യബ്ബേസിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പലപ്പോഴും ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. യബ്ബേസ് അവൻ്റെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഒരു മനുഷ്യനോടും ഷെയർ ചെയ്തിട്ടില്ല. അവനറിയാം, അവൻ പ്രാർത്ഥിക്കുന്ന, അവൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന് അവൻ്റെ പ്രാർത്ഥന കേട്ട്, അവൻ്റെ യാചകരുടെ ശബ്ദം കേട്ട് അവന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളതായ ഉറപ്പ് ഈ യബ്ബേസിനുണ്ട്. ആയതുകൊണ്ട് ഒരു മനുഷ്യ ദൈവം ആശ്രയിച്ചില്ല. യബ്ബേസിനറിയാം ഞാൻ ആരെയാണ് സേവിക്കുന്നത്. എന്നെ വിടിവിപ്പാൻ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ മറുപടി തരുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമാണ് അതെ ഞാൻ സേവിക്കുന്നവനറിയാം. ആ ദൈവം എത്രമാത്രം, ആ ദൈവത്തെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ് യബ്ബേസ്. യബ്ബേസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ സഹോദരന്മാരുടെ ഇടയിൽ മാന്യനായിരുന്നു. അവന് ദൈവം കഷ്ടങ്ങളൊക്കെ കടന്നു വന്നെങ്കിലും അത് ഒരു സ്തോത്രം. യബ്ബേസിൻ്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? ദൈവത്തെ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കണം. നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ പ്രാർത്ഥിച്ച് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകളെ വിശാലമാക്കണം, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം, അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണം. വ്യക്തമായ ഒരു പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥന ജൽപ്പനങ്ങളായി പോകാറുണ്ട്. അത് എന്താണ് പ്രാർത്ഥിക്കുന്ന പോലും നമുക്ക് പോലും അറിയാത്ത അനുഭവങ്ങളുണ്ട്. എന്നാൽ വ്യക്തമായി അത് പ്രാർത്ഥിക്കുവാനിട വന്നു. എന്നാൽ നീ എന്നെ നിശ്ചയമായിട്ടൊന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ, അല്ലെങ്കിൽ നിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കണമേ, അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി ഇടവരാതെ വണ്ണം എന്നെ പരിപാലിക്കണമെന്ന് യബ്ബേസ് പ്രാർത്ഥിപ്പാനിട വന്നു. ആവർത്തനം 28:1 കാണുന്നു, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ, അത് ശകലമല്ല
സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കുമെന്നാണ് അല്ലല്ലേ ദൈവവചനത്തിൽ കാണുന്നത്. നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ അനുസരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. ദൈവത്തിനൊരു അനുഗ്രഹം വേണോ? ദൈവത്തിൽ താണിരിക്കണം, ദൈവത്തെ ഒന്ന് അറിയണം, ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ കൂടി നടക്കണം. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവവചനത്തോടൊപ്പം നമ്മൾ നടന്ന് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ യാചനകൾക്കും ഒക്കെ മറുപടി ലഭിക്കുകയുള്ളൂ. അതെ, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യത്തിൽ കാണുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അത് ഏലിയാവ് പ്രാർത്ഥിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല എന്ന് കാണുവാനിട വന്നു. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ഭൂമിയിൽ ആകാശത്ത് നിന്ന് മഴ പെയ്യുവാനിട വന്നു. ഹല്ലേലൂയ. അതെ, നമ്മളെപ്പോലെ സമസ്വഭാവമുള്ളൊരു മനുഷ്യനായിരുന്നു ഏലിയാവ് ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഏലിയാവിൻ്റെ വാക്കിന് മുമ്പിൽ പ്രകൃതി അതേ അനുസരിച്ചുവെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവമക്കളെ നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും അതെ ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് വായിക്കുവാനിട വരുന്നു. അത് സുഖകരമായ അവസ്ഥയിലല്ല, അവർ കാരാഗ്രഹത്തിലാണ് അല്ലല്ലേ ദൈവത്തെ പാടി സ്തുതിച്ചത്. അവരുടെ കൈകൾ ചങ്ങലകളാൽ, ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട്, ഇരുമ്പ് വാതിലുകളാൽ അല്ലല്ലേ അടയപ്പെട്ട് അതെ കാരാഗ്രഹത്തിലായിരിക്കുന്ന അവസ്ഥയിൽ അർദ്ധരാത്രിയുടെ അനുഭവങ്ങളിൽ അതെ ദൈവദാസന്മാർ ദൈവത്തെ പാടി സ്തുതിച്ചു. അവർ ആരാധിച്ചപ്പോൾ അവരുടെ കയ്യിലെ ബന്ധനങ്ങൾ മാത്രമല്ല, ആ തടവറയിലുള്ള എല്ലാ ആൾക്കാരുടെയും ഹല്ലേലൂയ ആ കയ്യിലെ ചങ്ങലകൾ, അവരെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങൾ അഴിയപ്പെടുവാനിട വന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നാൽ നമ്മൾ പ്രയാസപ്പെട്ടു പോകരുത്. അത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകൾ അനേകരോട് പറയുമ്പോൾ അത് അവർക്ക് ആശ്വാസമായി തീർന്നിട്ടുണ്ട്. നിങ്ങളുടെ സാക്ഷ്യമത അതെ ഞങ്ങളെ ജീവിപ്പിക്കുന്നതാണെന്ന് ഞാൻ കേൾക്കുവാൻ ഇട വന്നിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ കഷ്ടങ്ങളിൽ, അതെ പ്രയാസവേളകളിൽ, അതെ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ, ബന്ധനസ്ഥനായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ആരാധിച്ചാൽ നമുക്ക് മാത്രമല്ല നമ്മളോടൊപ്പമായിരിക്കുന്ന ഓരോ ജനത്തിനും വിടുതലായിരിക്കും. ഒരു കാരാഗ്രഹം പൗലോസിനും ശീലാസിനും കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ ഒരു ബന്ധനമായിരുന്നില്ല, ദൈവത്തെ ആരാധിപ്പാൻ തടസ്സമായിരുന്നില്ല. ചങ്ങല ദൈവത്തെ ആരാധിപ്പാൻ ഒരു തടസ്സമായിരുന്നില്ല. അതെ, അർദ്ധരാത്രിയുടെ അനുഭവം അതെ ദൈവത്തെ ആരാധിപ്പാൻ ഒരു തടസ്സമായിരുന്നില്ല. അവർ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ വായിക്കുന്നുണ്ട്, ഇവർ തലവറയിലായത് നിമിത്തമാണ് അവരെ കാരാഗ്രഹ പ്രമാണിയും അവനോട് കൂടി ഉള്ളവരും രക്ഷപ്പെടുവാനിട വന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ പലർക്കും അതൊരു അനുഗ്രഹമായി തീരട്ടെ. അത് ആ കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി എന്ന് ഞാൻ വായിക്കുന്നു. അടിസ്ഥാനങ്ങൾ കുലുങ്ങി, അവരുടെ ചങ്ങലകൾ ബന്ധനങ്ങൾ മാറ്റപ്പെട്ടു. അതേ കാരാഗ്രഹ പ്രമാണി അവർക്ക് നേടുവാൻ കഴിഞ്ഞു. ഒരാളല്ല, കാരാഗ്രഹ പ്രമാണിയോട് കൂടെയുള്ള എല്ലാവരുടെ മേലും ദൈവം കരുണ ചെയ്തു. അവർക്ക് സന്തോഷിപ്പാൻ, സ്നാനപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാനൊക്കെ ദൈവം കൃപ ചെയ്തു. അത് നമ്മൾ വായിക്കുന്നുണ്ട്. തീച്ചുകളുടെ നടുവിൽ 3 ബാലന്മാർ ദൈവത്തെ ആരാധിച്ചു. 4-മനായി ഇറങ്ങി വന്ന് ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. 400-ൽ പരം ബാലിന്റെ ശക്തിയുടെ മുമ്പാകെ ഏലിയാവ് ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചു. അവൻ അതേ ബാലിന്റെ ശക്തിയുടെ മുമ്പിൽ ജീവിക്കുന്ന ദൈവം ആരാണെന്ന് വെളിപ്പെടുവാനിട വന്നു. നാം ഒറ്റയ്ക്കായിരിക്കുന്ന അവസരങ്ങളുണ്ട്, ഒറ്റയ്ക്ക് ശത്രുവിനോട് നമ്മൾ എതിർത്ത് നിൽക്കേണ്ട അവസരങ്ങളുണ്ട്. അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വെളിപ്പെടും. വാസ്തവമായ ദൈവസ്ഥനിൽ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയും. ഒരു ദൈവ പൈതലിൽ നാം ചിന്തിക്കണം, ഏറ്റവും നല്ല ഒരു യോദ്ധാവിന് മാത്രമേ ദൈവം യുദ്ധം ഏൽപ്പിക്കുകയുള്ളൂ. അത് ദൈവജനമേ, ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് യുദ്ധമുണ്ടോ? യുദ്ധമുണ്ടോ? അതെ, നമ്മളെ ഒരു നല്ല യോദ്ധാവായി തീർക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ യുദ്ധമുള്ളത്. നമ്മളെ നിലനിർത്തുവാൻ ദൈവത്തിന് കഴിയും.
പ്രൈസല്ലോ, സോറി. ഒരു ബലിഷ്ഠ ശക്തിയായ ഗോലിയാത്ത് നമ്മൾ ഇസ്രായേലിൻ്റെ ജനത്തിനെതിരെ അഥവാ ദൈവജനത്തിനെതിരെ വെല്ലുവിളിച്ച് വന്നപ്പോൾ അവിടെയുള്ള ജനമെല്ലാം മാറി നിന്നതേ ഉള്ളൂ പേടിച്ച്. എന്നാൽ അഭിഷേകം പ്രാപിച്ചതായ ഹല്ലേലൂയ ദാവീദ് ഹല്ലേലൂയ ആ ഫെലിസ്തീനെ തോൽപ്പിച്ച് കളയുവാൻ ഇടവന്നു. ദൈവത്തിൻ്റെ ജനത്തെ വെല്ലുവിളിച്ച് ഇല്ലാതാക്കുവാൻ കടന്നു വന്ന ഗോലിയാത്ത് എന്ന ശക്തിയെ, ആ ഫെലിസ്തീനെ ഹല്ലേലൂയ തകർത്ത് കളയുവാൻ ദാവീദിൻ്റെ ശക്തി കൊണ്ട് കഴിയുമായിരുന്നില്ല. ദാവീദിൽ പകർന്നതായ ആ അഭിഷേകമാണ് ആ ഗോലിയാത്തിനെ തകർക്കുവാനുള്ള ശക്തി എന്ന് ഞാൻ അതെ ഹല്ലേലൂയ. അതെ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിട വന്നു. അതെ, ദാവീദ് ഒറ്റയ്ക്കാണ് ഹല്ലേലൂയ ആ ഗോലിയാത്തിനെ എതിരിട്ടത്. അവൻ്റെ മേൽ ദാവീദിനോട് നേരിട്ട് വന്നതായ ഗോലിയാത്ത് എന്ന ശക്തി, ഫെലിസ്തീൻ എന്ന ശക്തി മുഖാന്തരം ദാവീദ് എന്ന രാജാവ് ഉണ്ടാകുവാനിട വന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അല്ലെ, അവർ ആ പേടിച്ചാലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങൾ കണ്ട് നമ്മൾ മാറി നിൽക്കേണ്ട. അതെ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ നേരിടേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ 4 സൈഡ് നമുക്ക് അടയപ്പെടും. എരികോ മതിൽ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി, ആത്മീക ജീവിതത്തിന് തടസ്സമായി ഹല്ലേലൂയ ഹല്ലേലൂയ ശത്രു നമ്മുടെ വഴികളെ അടയ്ക്കുമ്പോൾ അതേ കണ്ട് പതറിപ്പോകുന്നവരായിട്ടല്ല ഹല്ലേലൂയ ജീവിക്കുന്ന ദൈവം എനിക്കായി പ്രവർത്തിക്കും. ഹല്ലേലൂയ, എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിച്ച ദൈവസന്നിൽ താനിരിക്കുന്ന ഹല്ലേലൂയ ദൈവ മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ ഇറങ്ങി പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നും തീർന്നു പോയിട്ടില്ല, ദൈവത്തിൻ്റെ ശക്തി ഇന്നും തീർന്നു പോയിട്ടില്ല. നാം ആരും ഭാരപ്പെടരുത്, നമ്മുടെ പ്രാർത്ഥന കുറയരുത്. അതെ, ഞാൻ നിങ്ങളോട് പറയട്ടെ ഹല്ലേലൂയ, നമ്മൾ ഒരു വിശ്വാസത്തിൽ വന്നു പോകുന്ന കാരണത്താൽ, സ്നാനപ്പെട്ടു വന്ന കാരണത്താൽ ഹല്ലേലൂയ നമ്മൾ ക്രിസ്ത്യാനികളായി തീർന്ന ഇനി ഒരു പ്രതികൂലമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒരു യഥാർത്ഥ ദൈവഭക്തന്, ഒരു ദൈവ പൈതലിന് എന്നും പ്രതികൂലങ്ങളുണ്ട്, എന്നും പ്രശ്നങ്ങളുണ്ട്. ജീവിക്കുന്ന ദൈവ മക്കൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഒരു വഴിവഴിപ്പിൽ നിൽക്കുന്ന ആർക്കും പ്രശ്നങ്ങളില്ല. നമ്മളൊക്കെ ചിന്തിക്കും എന്താണ് ഇത്രയും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളെന്ന്. അതെ, വാസ്തവമായി നമ്മളൊരു നല്ല പടയാളിയായി, നല്ല യോദ്ധാവായി ദൈവം കണ്ടതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കടന്നു വരുന്നത്. ആ പ്രശ്നത്തിന്മേൽ നമ്മൾ ജയോത്സവം കൊണ്ടാടുന്നവരായി തീരണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ കരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ രോഗമായിട്ട് അല്ലെങ്കിൽ നിരാശയായിട്ട് പലപ്പോഴും ശത്രു കടത്തിവിടുന്ന ഒരു ആയുധമാണ് നിരാശ. എന്തെങ്കിലും വന്നു, എന്തെങ്കിലും കണ്ട് വിശേഷാൽ ഇപ്പോഴുള്ള തലമുറയുടെ നടുവിൽ നിരാശ എന്ന ആയുധം ശത്രു അഴിച്ചുവിടാറുണ്ട്. ദൈവജനമേ, സഹോദരിമാരെ, അമ്മമാരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ദൈവകരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. നിരാശ എന്ന ആയുധം അവരെ വിഴുങ്ങുവാൻ ഇടവരരുത്, ശത്രുവിൻ്റെ തന്ത്രത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. ഓരോ ദിവസവും കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ഹിതത്തിനായി എൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടണമേ. ഒരു ഡോക്ടറാക്കുന്നതല്ല, ഒരു എഞ്ചിനീയർ ആക്കുന്നതല്ല. ഹല്ലേലൂയ, അതൊക്കെ അവരാകട്ടെ, അതൊക്കെ ദൈവം ആക്കിയാൽ അങ്ങനെ തന്നെ കടന്നു പോട്ടെ. ദൈവം അവരെ ഉയർത്തും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ ദൈവം പിന്തുടരുമെന്നോ. ഹല്ലേലൂയ. അതേ, ദൈവവചനത്തിൽ കാണുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുകയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കണം. അവർ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഒരു പ്രതികൂലങ്ങളും വിഴുങ്ങിയില്ല, ഒരു ശത്രുവിൻ്റെ തന്ത്രങ്ങളും അവരുടെ മേൽ കടന്നു വരികയില്ല. ഹല്ലേലൂയ, ഒരു കൂട്ടുകെട്ടും അവരെ തകർത്ത് കളയത്തില്ല. അതിനാൽ നാം ചെറിയ ബാല്യപ്രായം മുതൽ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ നിർത്തണം. അത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഓരോ നിമിഷവും കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുവാൻ നമ്മുടെ ലക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നിത്യതയിലേക്കാണ്. ഇവിടെ കുറച്ച് കഴിച്ചു, ഇവിടെ കുറച്ച് കുടിച്ചു, ഇവിടെ കുറച്ച് ജീവിച്ചു. ഹല്ലേലൂയ, വിശാലമായി ജീവിക്കുന്നതൊന്നുമല്ല ക്രിസ്തീയ ജീവിതം. നമ്മൾ ഓരോരുത്തരും ദൈവം നൽകുന്ന ആയുസ്സ്, ദൈവം നൽകുന്ന ആരോഗ്യം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. പ്രാർത്ഥനാ വീരന്മാർ ഇതിൽ നിന്നും എഴുന്നേൽക്കപ്പെടട്ടെ, വെളിപ്പാടുള്ളവർ എഴുന്നേൽക്കപ്പെടട്ടെ. ഹല്ലേലൂയ, കഷ്ടതയുടെ നടുവിൽ ഹല്ലേലൂയ വിടുതലോടെ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനയോട് എഴുന്നേൽക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ദൈവമേ, ഹല്ലേലൂയ, ജനത്തെ ദൈവം വഴി നടത്തണമേ, ദൈവം ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, റിഖാമലബ ഉഡമലവ ശംദന റിബൽ ഖഡഗദഗജ തീചൂള. ഹല്ലേലൂയ, നമ്മുടെ ആരാധന
എനിക്ക് ഒരു ദൈവത്തെ ആരാധിക്കുന്ന തടസ്സമല്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും പലരെയും കാണാറുണ്ട്, ദൈവം എല്ലാ നന്മകളും കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുമായി ആലയത്തിൽ കടന്നു വരുവാൻ മടിയാണ്, കുഞ്ഞുങ്ങളെ ദൈവകൃപയെ നിർത്താൻ മടിയാണ്, ഒരാരാധനയ്ക്ക് കടന്നു പോകുവാൻ മടിയാണ്. ദൈവമേ ഹല്ലേലൂയ. നിങ്ങളൊക്കെ ചിന്തിക്കണം, പിന്നോട്ടുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. പ്രശ്നങ്ങൾ കടന്നു വരുന്നതിന് മുമ്പേ ഈ ദിവസങ്ങൾ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. ദൈവത്തെ ഹല്ലേലൂയ പ്രാർത്ഥിക്കണം, ദൈവകൃപ പ്രാപിക്കണം, വെളിപ്പാടുകൾ പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഞങ്ങളുടെ യുവതലമുറകളുടെ ദൈവത്തിന്റെ പ്രവൃത്തി വളരെ വെളിപ്പെടട്ടെ. അവർ പ്രവചിക്കുന്നവരായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവ് നിങ്ങൾക്ക് തലമുറകൾ തരുമ്പോൾ നിങ്ങൾ ആലയത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വരണം കേട്ടോ. ഒരിക്കലും മടി കാണിക്കരുത്. ഹല്ലേലൂയ. നമുക്ക് നന്മ തരുമ്പോൾ നമ്മൾ ഒരിക്കലും ആലയത്തിൽ കടന്നു വരാൻ നിങ്ങൾ മടി കാണിക്കരുത്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് നന്മ തരുമ്പോൾ ആ നന്മയെ പിടിച്ച് വീട്ടിൽ കുത്തിയിരുന്ന് ഉറങ്ങുവാനല്ല, TV കാണുവാനല്ല, മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുവാനല്ല, ആ ദൈവം നൽകിയ നന്മയ്ക്ക് അനുസരിച്ച് നാം ആലയത്തിലേക്ക് കടന്നു വരണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ വെളിപ്പെടണം. നമ്മളെ ദൈവം ഈ ദേശത്ത് നിങ്ങളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ടാണ്. അത് നമ്മളിവിടെ തിന്നും കഴിച്ചും കുടിച്ചും ഇരിക്കുവാനല്ല, ഈ ദേശത്തിൻ്റെ ഉണർവിനായിട്ട്. അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടണം. നാം ഒരു ദൈവ പൈതലാണോ? അതെ ഹല്ലേലൂയ. പ്രതികൂലം വരുമ്പോഴല്ല, അത് നന്മ വരുമ്പോൾ മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും തീച്ചുള പോലെ ഹല്ലേലൂയ കടന്നു വന്നാലും, അല്ലെങ്കിൽ ഗോലിയാത്തിനെ പോലെ ഹല്ലേലൂയ വെല്ലുവിളിച്ച് വരുന്ന ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെ എതിർക്കുവാൻ കഴിയണമെങ്കിൽ, അതിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ചെറുത്തു നിൽപ്പാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വളരെ ആവശ്യമാണ്. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഹല്ലേലൂയ ആ മാഹാത്മ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലയളവാണ്. എല്ലാവർക്കും മാനുഷ്യമായ നന്മകൾ മതി. ഹല്ലേലൂയ. കുറേ ഭവനം, കുറേ വീടുകൾ, കാറുകൾ, ഈ ലോകത്തിൻ്റെ നന്മകളൊക്കെ നാം അനുഭവിച്ച് ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനല്ല ദൈവം. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മൾ ആയിത്തീരണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതേ കാണുന്നു, ഞാൻ പറഞ്ഞ പോലെ ഹല്ലേലൂയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ചില ഹല്ലേലൂയ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, ജോലിക്കായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കടന്നു വരും. എന്നാൽ നാം ഒരു ദൈവ പൈതലാണെന്ന് തെളിയിച്ചു കൊടുക്കണം. നമ്മളെ വെറുക്കുന്നവരെ, നമ്മളെ നിന്ദിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കണം. അത് നമ്മുടെ സ്നേഹം കണ്ടു വേണം, നമ്മുടെ കരുണ കണ്ടു വേണം അനേകർ ഈ ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ. നമുക്ക് വിശേഷാല സഹോദരിമാർക്ക് ഒത്തിരി പേരോട് സുവിശേഷം പറയുവാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ പലരും ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഏറെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നതും സഹോദരിമാർക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയും. നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ സഭകൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി സുവിശേഷം അറിയിക്കാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ പ്രതികൂലങ്ങളിലായിരിക്കുന്ന നോർത്ത് ഇന്ത്യയിൽ ഹല്ലേലൂയ പ്രതികൂലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, അനേക ജനം പലപ്പോഴും ന്യൂസുകൾ വെളിയിൽ വരുന്നില്ല. അനേക ജനം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്ന ദൈവദാസന്മാരുണ്ട്, അനേക കഷ്ടങ്ങളായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ആ ജനത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കേണ്ടതായ ഓരോരുത്തർക്കും ഓരോ ഘടനയുണ്ട്. നിങ്ങളെയൊക്കെ ദൈവം അതിനായി ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ സാക്ഷി ഞാൻ ചുരുക്കം ചെല്ലാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട അനുഭവം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. 98 അത് എൻ്റെ മോളുടെ ഹല്ലേലൂയ മോളുടെ ഡെലിവറിയുള്ള ബന്ധത്തിൽ അത് ഞാൻ വളരെ ബീഡിങ്ങായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു വന്ന് ഹല്ലേലൂയ അറിയുവാൻ അങ്ങനെ എന്നെ ലോകം എല്ലാവരും പറഞ്ഞുള്ളൂ മരിച്ചു പോയെന്ന് പറഞ്ഞെന്നാൽ അവിടെ നിന്ന് ദൈവം എന്നെ ഉയർത്തി വീണ്ടും ഹല്ലേലൂയ എനിക്ക് 2016 ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായ ഒരു അസുഖമാണ്. എല്ലാ അസുഖങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, വെന്റിലേറ്ററിലായി. അതേ വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ടു.
വിട്ടു, ഇനിയും ജീവിക്കത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അത് എന്നെ ശുശ്രൂഷിച്ചത് ആ ഒരു സിസ്റ്റർ പറഞ്ഞ അറിവനുസരിച്ച് എൻ്റെ ജീവൻ എന്നിൽ നിന്നും പോയി. എൻ്റെ കൈകാലുകളുടെ ചലനങ്ങളെല്ലാം നിന്നു. ഞാൻ മരിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി അവരുടേതായ ആൾക്കാരെല്ലാം അറിയിച്ചോ എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് എല്ലാം കൈയൊഴിഞ്ഞു പോയി. ആ സിസ്റ്റർ എന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിശക്തമായ ഒരു എൻ്റെ ശരീരത്തെ ഇങ്ങനെ എൻ്റെ ബോഡി ഇങ്ങനെ പൊങ്ങുന്നത് കാണുവാനിട വന്നു. 2 പ്രാവശ്യമായി 3-ാമത്തെ പ്രാവശ്യം എൻ്റെ ബോഡി ഇങ്ങനെ പൊങ്ങി. ശരീരത്ത് ഒരു ചെറിയൊരു അനക്കം പോലെ തോന്നി. പെട്ടെന്ന് അവൾ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചു നോക്കിയപ്പോൾ അത് എൻ്റെ പൾസേറ്റ് ഇങ്ങനെ 2, 4, 6, 8 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അടിക്കാൻ തുടങ്ങി. അതേ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എനിക്ക് അറിയാം ഈ ലോകത്തിൽ ഹല്ലേലൂയ നമ്മൾ എന്ത് കഷ്ടതകൾ വന്നോട്ടെ, പ്രയാസങ്ങൾ വന്നോട്ടെ, ഞാൻ സ്വർഗത്തിൽ കാണുവാനിട വന്നു. ഞാൻ കണ്ട ദർശനമല്ല എന്നെ ഒരു മനുഷ്യന് ഒരു വളരെ അജാനുഭവമായ വളരെ സൗന്ദര്യവാനായ ഒരാൾ ഞാൻ ഇത്രയും ചെറുതാണെങ്കിലും എൻ്റെ തോളത്തിങ്ങനെ പിടിച്ചുകൊണ്ട് എന്നെ പോകുന്നതാണ്. സ്വർഗത്തിൻ്റെതായ യാത്ര ഞാൻ കണ്ടു. എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നെന്ന് എനിക്കറിയത്തില്ല, എത്ര ദിവസം വെന്റിലേറ്ററിൽ കിടന്നെന്ന് അറിയത്തില്ല. എന്നാൽ അല്ലെങ്കിൽ അനേകരുടെ പ്രാർത്ഥന ഹല്ലേലൂയ വീണ്ടും എന്നെ തിരിച്ചു വരുത്തി. മരിച്ചിരുന്ന എനിക്ക് ദൈവം ഹല്ലേലൂയ പുതുജീവൻ നൽകി, പുതിയ ശക്തി എൻ്റെ ജീവിതത്തിലെ കർത്താവ് നൽകി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാഹിക്കുമ്പോൾ ഹല്ലേലൂയ വെള്ളം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ വെന്റിലേറ്ററിൽ ഞാൻ പലപ്പോഴും സാക്ഷ്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ഞാൻ വിട്ടു പോകാറുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് തിരിച്ച് എന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ സമയത്ത് എന്നെ ഐസിയുവിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ശക്തമായി എനിക്ക് ദാഹം വന്നു. അത് ഞാൻ അൺകോൺഷ്യസ് ആയ സമയത്താണ് എന്നെ വെന്റിലാക്കുന്നത്. അപ്പോൾ എൻ്റെ തൊണ്ടയും എൻ്റെ എല്ലാം വല്ലാതെ പൊട്ടി. എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും, ഒരു ഡ്രോപ്സ് വെള്ളം പോലും എനിക്ക് ഇറക്കുവാൻ കഴിയാതെ വണ്ണം വല്ലാതെ ഭാരപ്പെട്ടു. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെന്താണ്, എനിക്കൊരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ കാണുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ 2 കുഞ്ഞുങ്ങൾ എൻ്റെ ബെഡിനോട് ചേർന്ന് ഇരിപ്പുണ്ട്. അവരുടെ കയ്യിലൊരു ബൗളുണ്ട്. ഞാൻ ദാഹിക്കുന്നു എല്ലോ ദൈവമേ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ കാണുമ്പോൾ സംസാരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ആ കുഞ്ഞുങ്ങൾ ആ ബൗളിൽ ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ എന്തോ ഇങ്ങനെ കലക്കുന്ന സ്പൂൺ ഇട്ടെന്ന് ഇങ്ങനെ കലക്കുന്നതായി കാണും. പെട്ടെന്ന് എൻ്റെ ദാഹം എവിടെ പോയെന്ന് അറിയത്തില്ല. എല്ലാവരോടും ഈ കുഞ്ഞുങ്ങളോട് ഞാൻ സംസാരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ ശ്രദ്ധിക്കത്തില്ല. എൻ്റെ ചർച്ചിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, വരുന്നവരൊക്കെ ഞാൻ ഇവിടെ കണ്ടോ, ആ കുഞ്ഞുങ്ങളെ കണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവരൊക്കെ വിചാരിച്ച് വെന്റിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ബുദ്ധിയെല്ലാം പോയി, എന്തോ വട്ടുപിടിച്ച ഒരു അവസ്ഥയായിരിക്കാം, ഡിപ്രഷനിലായിരിക്കാമെന്ന് വിചാരിച്ച് അവരൊന്നും അത് കാര്യമാക്കില്ല. ഞാൻ പറയട്ടെ, ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന അന്ന് വരെയും ആ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം നിന്നു, എന്നെ ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു അനുഭവം ഞാൻ കണ്ടിട്ടില്ല. ഡോക്ടേഴ്സ് എന്നെ കൈവിട്ടതാണ്. ഡോക്ടേഴ്സ് പറഞ്ഞത് ഇനി എനിക്കൊരു ജീവിതമില്ല, മുന്നോട്ട് ഒക്കത്തില്ല എന്ന് പറഞ്ഞുവെങ്കിലും അതെ അവിടെ എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടവന്നു. അതേ ഫിലിപ്പിയാലെ അങ്ങനെ 4-ാം അധ്യായം 6-5 വാക്യത്തിൽ കാണും, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ, ദൈവമെല്ലാം നമുക്കായി കരുതും. യേശുവിൻ്റെ വാക്ക് കേട്ട് യാത്ര ചെയ്യുവാനാണെങ്കിൽ കാറ്റും കോളും കടലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ തിരമാലകൾ അടിക്കും. എന്നാൽ ആ തിരമാലകളെ ശാന്തമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആ നല്ല ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ടുള്ള യാത്ര അതെ ജയോത്സവമായിട്ട് നടപ്പാൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കാൻ ദൈവശക്തിയോട് ആരാധിക്കുവാൻ പ്രാർത്ഥിപ്പാൻ എല്ലാ ദൈവജനത്തെയും ദൈവം സഹായിക്കട്ടെ എന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിശേഷാൽ ഈ മീറ്റിങ്ങിലേക്ക് എന്നെ വിളിച്ച പ്രിയ ബ്ലെസ്സി സിസ്റ്ററോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാരോട് ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ നന്ദി അറിയപ്പെടുന്നു. ദൈവമക്കൾ എനിക്കായി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവം നമ്മളോട് ഹൃദ്യമായി സംസാരിച്ചല്ലോ. ഈ ദേശത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഒരിക്കൽ കൂടി ദൈവവചനത്തിൽ കൂടെ കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഹൗ മെനി ഓഫ് യു ബിലീവ് ദാറ്റ് വി ആർ ഗോഡ്സ് പൊസഷൻ? അങ്ങനെ വിശ്വസിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം കരയേറ്റുന്നു. ഈ ദേശത്ത് നമ്മളെ ദൈവം കൊണ്ടുവന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം നെഹമ്യയുടെ സ്റ്റോറി നമുക്കറിയാം. നെഹമ്യ
നല്ലൊരു പൊസിഷനിൽ ഇരുന്നപ്പോൾ തന്നെ തകർന്നു കിടക്കുന്ന യെരുശലേമിൻ്റെ മതിലിനെ ഓർത്ത് വിലപിച്ച ഒരു വ്യക്തിയാണ്. നെഹമ്യ വെറുതെ നടന്നപ്പോഴല്ല അത് ഓർത്ത് ദുഃഖിച്ചത്. നല്ലൊരു പൊസിഷനിൽ ഇരുന്നപ്പോൾ ആ ഇടിഞ്ഞു കിടക്കുന്ന മതിലിനെ ഓർത്ത് നെഹമ്യ കരഞ്ഞുവെങ്കിൽ, അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിച്ചുവെങ്കിൽ, ഈ ദേശത്ത് നമ്മളെ ദൈവം കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. സ്തോത്രം. ഈ റീജിയൻ ഇങ്ങനെ ഈ അയർലൻഡ് ദേശത്തിൽ ഫോം ആവുവാൻ സർവശക്തനായ ദൈവമാണ് അതിന് കാരണമാക്കിയത്. അതിന് ചില വ്യക്തി ജീവിതങ്ങളെ ദൈവം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ ദേശത്തെ നമ്മൾ നേടുക എന്നുള്ളതാണ്. അതിനായി പല ഭാഗങ്ങളിൽ ദൈവം മക്കളെ ആക്കി വച്ചിരിക്കുന്നു. റീജിയനിൽ പല ചർച്ചസ് ഈ ദേശത്ത് ആക്കി ദൈവം വെച്ചിരിക്കുന്നു. ദൈവമക്കളെ ദൈവം ആക്കി വച്ചിരിക്കുന്നു. ഒരുമിച്ച് നമ്മൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് കേട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ? അതായത് നമ്മൾ ഈ ദേശത്ത് കടന്നു വന്ന് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? നമ്മൾ ഈ മെറ്റീരിയൽസ് ലൈഫിന് വേണ്ടിയിട്ടാണോ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്, അതെയോ സ്പിരിച്വൽ ലൈഫിനാണോ? നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ എല്ലാ വ്യാകുലതകളും, നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളും, അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളെ, അതെല്ലാം നമുക്ക് സെക്കൻഡറി ആയിട്ട് കണ്ടിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതിന് മുൻതൂക്കം കൊടുക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിപ്പാനും നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമുക്ക് അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്തതായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് സിസ്റ്റർ ലിനി ഡാനിയലിനെ ക്ഷണിക്കുന്നു. ലേഡീസ് ഫെലോഷിപ്പിൻ്റെ ട്രഷററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്റർ ലിനി ഡാനിയൽ. Praise the Lord. Greetings to everyone gathered here in the matchless name of our Lord and Savior Jesus Christ. As we draw to the end of this session, it is an honor and privilege for me to deliver the vote of thanks on behalf of IPC Ireland and EU Region Women's Fellowship. Oh, give thanks to the Lord for His good. His faithful love endures forever. I thank the Lord Almighty for all the blessings that He has showered upon us, and He has helped us thus far to complete another year. First and foremost, I give thanks to our chairperson, Sister Jessie Matthew, the Vice President of IPC Ireland and EU Region. My special thanks goes to Pastor C.T. Abraham, President of IPC Ireland and EU Region, and his wife, Sister Shane Abraham, for your valuable presence in our meeting today. Thank you. I thank all the executive members of this region, Pastor Gigi Varghese, the Vice President, Pastor Sanu Matthew, the Secretary, Pastor Shine Matthew, the Joint Secretary, and Brother Rajan Lucas, the Treasurer, for your valuable support, motivation, and guidance throughout the year, and your presence with us today. Next, I extend our sincere thanks to our esteemed guest speaker, Sister Shirley Anian, for the blessed message and the testimony that you shared with us, and the word that spoke to us today. As we heard today, Jabez wasn't just an ordinary man, but he knew the Lord whom he served, who is able to bless him, and thus he was able to be honored more than his brothers. And we also heard that the battle belongs to the strongest. God knows to what extent He can give you the battle. And if you are going through the problems that you are going through today, just know that God knows what you can take it. I also thank all the guest speakers who are here, who is upon our invitation, who is here today with us. Pastor Paul Gopalakrishnan, Pastor Koshi, IPC Punjab State President, and Pastor Babu John from US, for your valuable presence in our midst today. I take immense pleasure in extending our sincere thanks to all the pastors of the local churches in our region and even outside the regions for your presence, for being with us today. I acknowledge every member of our Women's Fellowship Committee meeting, especially the executive members,
Our President Anime Auntie, though not with us today in person, she is here watching us live. I extend her thanks for her prayers. Sister Blessy Joshua, the secretary, Sister Jolly Chiku, the joint secretary, thank you for all the hard work put in all to the details, and may God bless you for all the efforts. A special thanks to the wonderful choir. Thank you for leading us to the sweet time of worship and enriching our spiritual experience. And finally, to the dedicated staff, the organizing team, the media team, the volunteers, the venue staff, and every person behind the curtains who have taken all the minute details, and for all your tireless efforts, may God, who sees everything, what you're doing in secret, bless you openly. Last but not the least, we are very grateful for everybody who is here in the congregation, all the members, all the sisters, our prayer warriors, all the brothers, children's, parents who are visiting us from abroad. We thank you so much for your patience and for being with us. To conclude, on behalf of IPC Ireland and EU Region Ladies Fellowship, I thank you all once again for your valuable participation and presence. May the blessing of the Lord remain with us as we continue our spiritual journey. Praise the Lord. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലേഡീസ് ഫെലോഷിപ്പ് അവസാനിക്കുകയാണ്. പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് വേണ്ടി നമ്മുടെ റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ CT അബ്രഹാമിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ലേഡീസ് മീറ്റിങ്ങിനെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. പ്രവർത്തനങ്ങളൊക്കെ റീജിയൻ്റെ ലേഡീസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുവാൻ ഇടയാകുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന എല്ലാ സിസ്റ്റേഴ്സിനും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലേഡീസ് കോൺഫറൻസ് നടക്കാനിടയായി. എനിക്ക് വന്ന് സംബന്ധിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും അത് വളരെ അനുഗ്രഹമായിരുന്നു. ഞാനും അന്ന് തിരക്കായതിനാൽ എനിക്ക് സംബന്ധിപ്പാൻ പറ്റിയില്ല, എങ്കിലും അത് കാണുവാൻ വാച്ച് ചെയ്യുവാനൊക്കെ ഇടയായിട്ടുണ്ട്. ആമേൻ. അതുപോലെ ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതിൽ വളരെ സന്തോഷം. ആമേൻ. ഇന്ന് അല്പം നമുക്ക് ആഹാരത്തിൻ്റെ ക്രമീകരണങ്ങൾ അല്പം വൈകി. നമുക്ക് ആഹാരം കൊണ്ടുവരേണ്ട കാറ്ററിംഗ് സർവീസിൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതിനാലാണ് അവരിവിടെ ചേർന്നു അല്ലേ? ആമേൻ. സ്തോത്രം. എത്തിച്ചേർന്നു. അതുകൊണ്ട് നമുക്കൊന്ന് സന്തോഷിക്കാം. എനിക്കറിയാം നിങ്ങളൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ നമുക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ആമേൻ. എങ്കിലും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല മെസ്സേജ് കേൾക്കുവാനിടയായല്ലോ. പ്രിയ സിസ്റ്ററിനെയും അതിൻ്റെ കുടുംബത്തെ, പ്രിയ പാസ്റ്ററെയൊക്കെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, അടികൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ ലേഡീസ് ഫെലോഷിപ്പിൻ്റെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായി നടക്കുവാൻ അവിടുന്ന് കൃപ നൽകിയതിനാൽ നന്ദിയോട് സ്തോത്രം. പ്രിയ സഹോദരിമാരെ, ഈ ഫെലോഷിപ്പിന് നേതൃത്വം നൽകുവാൻ ദൈവം അതിനായി അധികാരപ്പെടുത്തി, ദൈവം ബലപ്പെടുത്തി ശക്തിയോടെ നിർത്തുന്ന അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. വരുന്ന ദിവസങ്ങളിൽ ഒരു പൂർവാധികം ഉത്സാഹത്തോടെ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി കരം കൊടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് ഫെലോഷിപ്പിൻ്റെ ഈ ലേഡീസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായി തീരുവാൻ നിമിത്തം ഞങ്ങളുടെ സഹോദരിമാരെ കർത്താവ് സുവിശേഷത്തിൻ്റെ വക്താക്കളായി ഈ ദേശത്ത് ആമേൻ അവരൊക്കെ എവിടെയൊക്കെ പോകുന്ന അവിടെ എല്ലാം കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവരായി തീരുവാൻ അവിടെ നിലയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരിമാർ, നേതൃത്വം കൊടുക്കുന്നവരെ, ഇവിടെ സംബന്ധിക്കുന്നവരെ എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമേ. വചനം ശുശ്രൂഷിച്ച നിൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കണമേ. തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. തുടർന്ന് നടക്കേണ്ട ഞങ്ങളുടെ എല്ലാ സെഷനുകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയുടേതിനാൽ സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലേഡീസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.